ഞങ്ങൾ ആയില്യത്തിൽ ഞങ്ങളുടെ തറവാട്ടമ്പലത്തിലേക്ക് പോകട്ടെ ഗൈസ്. ഇത് എൻ്റെ തറവാട്ടമ്പലം കേട്ടോ. മുണ്ടൂരെയാണ് തറവാട്ടമ്പലം. അപ്പോൾ അവിടേക്ക് പോകാൻ വേണ്ടിയിട്ട് അമ്മലിട്ട നിന്ന് ഇല്ല. അപ്പോൾ ഞാനും അമ്മലും കൂടി പോവാം. അവിടെ നിന്ന് അമ്മ ഉണ്ടാവും. ഇനി ഇവിടുത്തെ തറവാട്ടമ്പലത്തിൽ ഒന്ന് ഉച്ച തിരിഞ്ഞിട്ട് പോകണമെന്ന് വിചാരിക്കുന്നു. പിന്നെ നാഗത്താങ്കാവ്, പറപ്പൂർ നാഗത്താങ്കാവ് ആയില്യത്തിനും അവിടെ ഇറങ്ങണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. എന്തൊക്കെ ഉണ്ടാവുമെന്ന് അറിയില്ല. സാഹചര്യത്തിനനുസരിച്ച് പോകാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളൊക്കെ കാണാം കേട്ടോ. ഞങ്ങൾ ബസ്സിലാണ് കേട്ടോ പോണേ. അപ്പോൾ ബസ്സിൽ പോകാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ സ്റ്റോപ്പിലേക്ക് മാളിയമ്മാവിലേക്ക് വന്നിട്ട് അവിടെയൊക്കെ നിൽക്കണം കേട്ടോ. ബസ് ഇങ്ങനെ കാത്ത് നിൽക്കുക. നേരത്തെ ബസ് ഇങ്ങനെ വന്നു ഗൈസ്. അപ്പം തന്നെ ഞങ്ങൾ ഓടി ഓടി ചാടി കയറിയിട്ട് സീറ്റ് കിട്ടുമോ നോക്കിയപ്പോൾ കിട്ടിയില്ല. അപ്പം തന്നെ എനിക്കൊരു സീറ്റ് കിട്ടി ഗൈസ്. അപ്പം ഞാൻ അവിടെ ഇരുന്നു. അമലോട്ടൻ ബാക്കിൽ പോയപ്പോൾ അവനും സീറ്റ് കിട്ടിയിട്ടാ. അങ്ങനെ ഞങ്ങൾ പോയിക്കൊണ്ടിങ്ങനെ ഇരിക്കുക. അങ്ങനെ തറവാട്ടമ്പലത്തിലൊക്കെ എത്തി. ഞങ്ങളിതേ അമ്മേനൊക്കെ ആയിട്ട് അവിടെ തൊഴാനുള്ള പരിപാടിയിൽ തൊഴുത് ഞങ്ങളുടെ കാരണന്മാരുടെയൊക്കെ അനുഗ്രഹമൊക്കെ വാങ്ങിച്ച് വരാനുള്ള പരിപാടിയൊന്ന്. കാരണന്മാരുടെ അനുഗ്രഹം ഇടയ്ക്കൊക്കെ ഒന്ന് പോയി വാങ്ങിക്കണമല്ലോ. അങ്ങനെ തറവാട്ടമ്പലത്തിൽ ആയില്യമായിരുന്നു. അപ്പോൾ നാഗത്താങ്കാവ് ആയില്യം ഉണ്ട്. ആയില്യം എല്ലാ അമ്പലങ്ങളിലും ഉണ്ടാവുമല്ലോ. പക്ഷേ നാഗത്താങ്കാവ് ആയില്യം പറപ്പൂർ ഞങ്ങൾക്ക് ഫേമസ് ആട്ടോ. ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത്. ഇത് ഞങ്ങളുടെ തറവാട്ടമ്പലത്തിലും ചെറിയ പൂജയൊക്കെ ഉണ്ട്. നമ്മൾ ചെറുതായിട്ട് കാളമൊക്കെ വരച്ചിട്ട് നമ്മുടെ നാഗങ്ങൾക്ക് പാലും നൂറും കൊടുക്കുക, അങ്ങനെയൊക്കെ പരിപാടികളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിനൊക്കെ ഞങ്ങൾ ചീട്ടാക്കി പാലും നൂറൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാനും അമ്മയും ചേച്ചിയും എല്ലാവരും ചീട്ടാക്കിയിട്ടാണ്. അപ്പോൾ ചേച്ചി പക്ഷേ ഇതുവരെ ഇവിടെ ഇപ്പം എത്തിയിട്ടില്ല കേട്ടോ ഗൈസ്. ചേച്ചി എത്തിയിട്ടില്ല. അപ്പോൾ അമ്മയൊക്കെ തൊഴുണ്ട്. അവിടെ ചായയും നേന്ത്രപ്പഴം അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ കളം വരയ്ക്കലൊക്കെ അങ്ങനെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പുള്ളോന്മാരൊക്കെ വന്നിട്ട് കളം വരയ്ക്കൽ അങ്ങനെയൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ. ഞങ്ങളുടെ എൻ്റെ തറവാടിൻ്റെ പേര് പാമ്പുങ്ങൽ ഭഗവതി ക്ഷേത്രം എന്നാണ് കേട്ടോ. അപ്പോൾ കളം വരയ്ക്കലും ഇതൊക്കെ ഞങ്ങളിങ്ങനെ കണ്ടിങ്ങനെ സൈഡിൽ നിൽക്കുക. അപ്പോൾ പാലും നൂറും കൂട്ടിയിട്ട് കഴിഞ്ഞിട്ട് വരാൻ പറ്റില്ല. അതിന് മുമ്പേ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങും. കാരണം തൊഴുതിട്ട് വരാനുള്ള പ്ലാനുള്ളൂ. കാരണം ഞങ്ങളുടെ പറപ്പൂർ ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് തന്നെ നാഗത്താങ്കാവ് നാഗരാജ ക്ഷേത്രത്തിൽ ഈ ദിവസം നല്ല പ്രാധാന്യമുള്ളൊരു ദിവസം കേട്ടോ. അപ്പോൾ പിന്നെ അവിടെ പോയി വഴിപാടൊക്കെ ഞങ്ങളുടെ തറവാട്ടമ്പലത്തിൽ പോയി വഴിപാടൊക്കെ കഴിച്ച് അവിടേക്ക് വന്നിട്ട് അവിടെ നിന്ന് പറപ്പൂരിൽ നിന്ന് ഭക്ഷണം കഴിക്കാമെന്നാണ് ഞങ്ങൾ വിചാരിച്ച് നിൽക്കണത്. അങ്ങനെ ഞങ്ങൾ കുറേ നേരം അവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്തു. ഇപ്പം തന്നെ ഉണ്ടാകുന്നു. പക്ഷെ അവിടെ ഒരു കുറേ വൈകിട്ടാണ് കേട്ടോ ഉണ്ടായത്. ഒരു 9:30 ടൈമിലൊക്കെ ഇങ്ങനെ തുടങ്ങിയ ഒരു 10-11 മണിയാകുമ്പോൾ അവസാനിക്കണം കുഴപ്പമുണ്ടായിരുന്നു. പക്ഷെ അവർ തുടങ്ങുമ്പോൾ തന്നെ 11 മണിയൊക്കെ കഴിഞ്ഞു. അപ്പോൾ അത് കഴിയാൻ 2 മണിയൊക്കെ ആവി. അപ്പം തന്നെ അത്ര നേരം നിൽക്കാനുള്ളതില്ല. കാരണം ഇവിടെ തൊഴുത് കഴിഞ്ഞ് ഞങ്ങളുടെ തറവാട്ടം മുണ്ടൂര് അമ്മല എന്നൊക്കെ പറയും ആ സ്ഥലത്താണ്. അപ്പോൾ അവിടെ അത് കഴിഞ്ഞിട്ട് വന്നിട്ട് വേണം ഞങ്ങൾക്ക് പറപ്പൂർ നാഗരാജാവിൻ്റെ ക്ഷേത്രത്തിൽ പോയിട്ട് തൊഴണം. അവിടെ ഞങ്ങൾ എല്ലാ വർഷവും പോണതാണ്. അപ്പോൾ അവിടെ പോയില്ലെങ്കിൽ ഒരു വിഷമം. അങ്ങനെ ഞങ്ങൾ അവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്യുക. ഇതിപ്പോൾ ഉണ്ടാവുന്നു. പക്ഷേ അവിടെ കുറേ ടൈം വൈകുമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളപ്പോൾ അവിടെ നിന്ന് പോന്നു. കാരണം എനിക്ക് ഇതും കഴിഞ്ഞ് നാഗരാജാവ് ക്ഷേത്രം പറപ്പൂരും പോയി അവിടെ നിന്നൊക്കെ ഭക്ഷണം കഴിച്ച് എനിക്ക് വീട്ടിൽ പോകണം. അതായത് പെരുവല്ലൂർ എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട് അവിടുത്തെ ഞങ്ങളുടെ തറവാട്ടമ്പലം ഉണ്ട്. അത് കുന്നംകുളത്ത് ചാട്ടുകുളത്താണ് കേട്ടോ. അപ്പോൾ അവിടെയും പോകണം. അങ്ങനെ ഇത് എൻ്റെ തറവാട്ടമ്പലമാണ് കേട്ടോ. ഞാൻ ജനിച്ച് വളർന്ന എൻ്റെ തറവാട്ടമ്പലം. അപ്പോൾ ഞാൻ അമ്മയും തൊഴുതിട്ട് അമ്മയോട് പിന്നെ തൊഴുതിട്ട് ഇറങ്ങാൻ പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ ഏറ്റവും ലാസ്റ്റാണ് ഗൈസ്. വർത്താനം പറഞ്ഞിട്ടല്ല തൊഴുത് നിൽക്കും അങ്ങനെ അമ്മ അങ്ങനെ. അപ്പം ഞാൻ അമ്മയും അമ്മലും കൂടിയിട്ട് ബസ്സിൽ തന്നെ തിരിച്ച് നാഗത്താങ്കാവ് അമ്പലത്തേക്ക് എത്താമെന്ന് പറഞ്ഞു. ഞാൻ ചേച്ചി ബൈക്കുമ്പോഴായിരുന്നു സ്കൂട്ടിയുമ്പോഴായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ചേച്ചിയുടെ കൂടെ വരാം, അമ്മയും അമ്മലും കൂടിയിട്ട് അങ്ങനെ വരാമെന്ന് പറഞ്ഞു. അമ്മൽ പറഞ്ഞു ഞാൻ ബസ്സിലാണ് പോകണമെന്ന് പറഞ്ഞു. അപ്പം പിന്നെ ഞാൻ മാത്രം ചേച്ചിയുടെ കൂടെ വലിഞ്ഞ് കയറി ഗൈസ്. അങ്ങനെ ചേച്ചി വരുന്ന വഴിക്ക് ചേച്ചിയുടെ വീട്ടിലൊന്ന് കയറിയിട്ടാണ്. അവിടെ നിന്ന് എനിക്ക് ട്രൈപ്പോഡൊക്കെ എടുക്കണ്ടായിരുന്നു കുഞ്ഞുൻ്റെ. അപ്പോൾ അതെടുക്കണം എന്നൊക്കെ വിചാരിച്ചിട്ട് അവിടെ കയറിയപ്പോൾ കുഞ്ഞൂസ് നമ്മുടെ ടൂറൊക്കെ ആയിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് സെറ്റായിട്ട് അവിടെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ അവന് വേണ്ടി വാങ്ങിച്ച ട്രൈപ്പോഡായിരുന്നു. അപ്പോൾ അതൊക്കെ അവിടെ നിന്ന് എടുത്തു. കാരണം അവൻ ഇനിയിപ്പോൾ പഠിപ്പിൽ കോൺസെൻട്രേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ വ്ളോഗും ഒന്നും എടുക്കണില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ പിന്നെ ആ ട്രൈപ്പോഡ് ഞാനിങ്ങോട്ട് വീട്ടിലേക്ക് കൊടുന്നു ഗൈസ്. അപ്പോൾ അത് ചുരുട്ട് കൂട്ടി സെറ്റാക്കി എനിക്ക് തരികയാണ് കേട്ടോ. അവിടുത്തെ അമ്മയാണ് ഇത് കേട്ടോ. അവിടുത്തെ എൻ്റെ ചേച്ചിയുടെ അമ്മയാണ് കേട്ടോ. അമ്മ നല്ല ഹെൽപ്പുള്ള കാരണമാണ് ചേച്ചിയുടെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ കടയും എല്ലാം കൂടി മുന്നോട്ട് പോകുന്നത് കേട്ടോ. അങ്ങനെ ഇത് ചേച്ചിയുടെ കട, ചേച്ചിയുടെ വീടും കടയൊക്കെ ഇങ്ങനെ അറ്റാച്ച് ചെയ്തിട്ടാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ചേച്ചിക്ക് ബാങ്കിലേക്ക് പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു, ധനലക്ഷ്മി ബാങ്കിൽ. അപ്പോൾ വരുന്ന വഴിക്ക് ധനലക്ഷ്മി ബാങ്കിലും കയറി ചേച്ചിയുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ പോരുകയാണ് കേട്ടോ. അവിടെ നിന്ന് കുറച്ചുള്ള നാഗത്തങ്ങൾ അവിടെ നിന്ന് പോന്നിട്ടില്ല കേട്ടോ. ചേച്ചിക്ക് പിന്നെ അവിടെ ഉള്ളിൽ എന്തൊക്കെയോ പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് നേരം കൂടി വെയിറ്റ് ചെയ്യാന്നൊക്കെ ചേച്ചിയൊക്കെ പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ വെയിറ്റ് ചെയ്ത് അതൊക്കെ കഴിഞ്ഞ് അവിടെ ആ ബാങ്കിൻ്റെ തൊട്ട് ബാക്കിലെ നാഗരാജ ക്ഷേത്രം കേട്ടോ. അപ്പോൾ ഞങ്ങൾ ആ ബാക്കിൽ
കൂടെ വേഗം പോവാണ് കേട്ടോ. നടന്ന് പോയപ്പോൾ ദേ അമ്മലും അമ്മയും അവിടെ വേഗം എത്തിയിട്ട് വരിയിലൊക്കെ നിന്നിടുന്നു. അങ്ങനെ ഞങ്ങൾ എത്തിയിട്ടില്ല കേട്ടോ ഗൈസ്, ഞങ്ങൾ നടന്ന് പോകണല്ലോ. പക്ഷേ അവിടെ അമ്മലും എൻ്റെ അമ്മയും അവിടെ വരിയിൽ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട് കേട്ടോ, ഫുഡ് കഴിക്കാനുള്ള വരിയിൽ. നല്ല വരിയായിരിക്കും, നല്ല തിരക്കെന്ന് പറഞ്ഞാൽ അത്ര തിരക്കായിരിക്കും. അപ്പോൾ അതിൻ്റെ സൈഡിലൊക്കെ ഇങ്ങനെ നല്ല കച്ചവടക്കാരും ഇതൊക്കെയായിട്ട് നിറഞ്ഞുണ്ട് കേട്ടോ. കാരണം ആദ്യത്തെ പൂരം പോലെ തുടങ്ങണതാണ് കേട്ടോ, നാഗരാജാവിൻ്റെ ആയില്യത്തിൻ്റെ അന്നാണ് ഫസ്റ്റ് സ്റ്റാർട്ടിങ്. ആ സമയത്ത് അവിടെ എല്ലാ വക സാധനങ്ങളും ഉണ്ടാവും കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങളിതേ അമ്പലത്തിൻ്റെ ഗേറ്റിൻ്റെ അവിടെയൊക്കെ എത്തി. അപ്പോൾ ചേച്ചിക്ക് അറിയണ ആരോടൊക്കെ വർത്താനം പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ചെന്നപ്പോൾ ദേ അമ്മയും അമ്മലും ഒക്കെ അവിടെ ഇങ്ങനെ വെയിറ്റിങ്ങിൽ ഇങ്ങനെ ഉണ്ടായിരുന്നു ഗൈസ്. അവരവിടെ വെയിറ്റ് ചെയ്ത കാരണം ഞങ്ങൾക്ക് ഫുഡ് കഴിച്ച് വേഗം ഇറങ്ങാൻ പറ്റി. അല്ലെങ്കിൽ ഞങ്ങൾ ഇതൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും ഞങ്ങൾ നല്ല വരിയുടെ ഏറ്റവും ബാക്കിലായിരുന്നു. ഇതെന്തോ ഭാഗ്യത്തിന് അമ്മയുടെ ഒരു അമ്മായി അവിടെ വരിയിലുണ്ടായിരുന്നു. അപ്പോൾ അവർ അമ്മേനെയും അമലിനെയൊക്കെ നിർത്തിയെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഞങ്ങളും പോയി അത് അവരുടെ കൂടെ ജോയിൻ ചെയ്ത് അങ്ങനെ ഞങ്ങൾ നല്ല ഫുഡൊക്കെ അടിക്കാനുള്ള പരിപാടിയിൽ നിൽക്കണം കേട്ടോ. നല്ല തിരക്കുണ്ട് കേട്ടോ, നല്ല തിരക്കെന്ന് പറഞ്ഞാൽ അത്ര തിരക്കാണ്. അങ്ങനെ ദേ ഫുഡൊക്കെ കഴിക്കാനായിട്ട് ഞങ്ങൾ ഉള്ളിലൊക്കെ കയറി വരിയിലൊക്കെ നിന്ന് ഫുഡൊക്കെ അതേ സെറ്റായി. സാമ്പാർ, ചോറ്, പിന്നെന്തായിരുന്നു, അച്ചാറുണ്ടായിരുന്നു, പിന്നെ സ്വാമിയുടെ ഒരു നിവേദ്യം ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ. എല്ലാ വീട്ടിലും സാമ്പാറും ഇതൊക്കെ എല്ലാ വീട്ടിലിപ്പോൾ ഉള്ളതല്ല ഗൈസ്, ഏതൊരു വീട്ടിലും ഇപ്പോൾ എല്ലാം ഉണ്ട്. പക്ഷേ നമ്മുടെ അമ്പലത്തിൽ നിന്ന് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ഫീൽ ചെയ്യും. നമുക്കത് കഴിക്കുമ്പോൾ ആ ഒരു ടേസ്റ്റ് നമുക്ക് എവിടെ നിന്നും കിട്ടില്ല എന്ന് പറഞ്ഞ പോലെയാണ്. അത്ര ഒരു പ്രത്യേകതയാണ് കേട്ടോ അമ്പലങ്ങളിൽ കഴിക്കുമ്പോൾ. നാഗരാജ ക്ഷേത്രത്തിൽ ഞങ്ങൾ എല്ലാ അയലത്തിനും മിസ്സായിട്ടുണ്ടോയെന്ന് അറിയില്ല, അത്രയും ഞങ്ങൾ എല്ലാ വർഷവും പരമാവധി സ്വാമിനെ തൊഴുത് അങ്ങനെ ഭക്ഷണം കഴിക്കാൻ വരാറുണ്ട് കേട്ടോ. അമ്മയ്ക്ക് ഇവിടെ വന്ന് പൂജയൊക്കെ ചെയ്യാറുണ്ട്. അമ്മ ഉണ്ണിക്കുട്ടന് വേണ്ടിയിട്ടും ഒക്കെ അങ്ങനെ പൂജകളും ഒക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ ഞങ്ങളതൊക്കെ കഴിഞ്ഞ് നിൽക്കുക. ചേച്ചി അപ്പോൾ തിരിച്ച് വീട്ടിലേക്ക് പോകാനുള്ള പരിപാടിയാണ്. ചേച്ചിക്ക് പിന്നെ എന്തോ സൊസൈറ്റിയിലോ ബാങ്കിലോ അങ്ങനെ എന്തൊക്കെയോ കയറാനുണ്ട്. ചേച്ചിക്ക് ബിസിനസ് അല്ല കേസ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറേ കാര്യങ്ങളുണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ അവൾ പോകാമെന്ന് പറഞ്ഞിട്ട് പോയി. അവൾ ഉച്ച തിരിഞ്ഞിട്ട് തൊഴാനായിട്ടൊന്ന് വരുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഒന്നും കൂടി ഒന്ന് തൊഴാം എന്ന് പറഞ്ഞിട്ട് ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ടും ഞങ്ങൾ തൊഴാനായിട്ട് നിൽക്കണം കേട്ടോ. അമ്മയ്ക്ക് എന്തോ പാമ്പും മുട്ടയും എടുത്ത് വെക്കാനുള്ളൊരു വഴിപാടുണ്ടായിരുന്നു കേട്ടോ. ഇന്ന് വെള്ളിയോട് വെള്ളിയാണ് കേട്ടോ. പാമ്പും മുട്ട എടുത്ത് വെക്കാനുള്ള വഴിപാടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എടുത്ത് വെച്ച് എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങണം കേട്ടോ. അമ്പലത്തിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തെ ഭാഗത്തേക്ക് ഇറങ്ങിയിട്ട് നമുക്ക് തിരിയൊക്കെ കത്തിക്കാനുണ്ടായിരുന്നു. അവിടെ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ ഒരു തിരി വഴിപാടായിട്ട് അങ്ങനെ കിട്ടും. അപ്പോൾ ആ തിരി കത്തിക്കാനായിട്ട് ഞങ്ങൾ തിരിയും ഒക്കെ എടുത്തിട്ടാണ്. എന്നിട്ട് ആ കത്തിച്ചിട്ട് നമ്മൾ വിളക്കിൽ കത്തിച്ചിട്ട് സ്വാമീനെ തൊഴുതിട്ട് നമ്മളെ സർവ്വദോഷങ്ങൾ അകറ്റി തരണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ ആ തീ കണ്ടില്ല അതിലേക്ക് അങ്ങനെ നമ്മൾ ഇട്ട് കൊടുക്കുക. കണ്ടോ, അതിലേക്ക് ഇട്ട് കൊടുക്കണിട്ടാ ചെയ്യാം. അപ്പോൾ നമുക്ക് മനസ്സിനൊരു സ്വസ്ഥതയും നമ്മളെന്തോ എല്ലാ ദോഷങ്ങളും ഇതായി എന്നുള്ള ഒരിതും. പക്ഷേ ഞാൻ തിരിച്ച് വരുമ്പോഴേക്കൊക്കെ എൻ്റെ മുഖമൊക്കെ ഇരിക്കണ സാഗ കൂടി ക്ഷീണിച്ച് വെയിലൊക്കെ കൊണ്ടിട്ട് നട്ടപ്പാറ വെയിലായിരുന്നു അവിടെ. അപ്പം അമ്മ കണ്ട കേസ് ഏറ്റവും ലാസ്റ്റാണ് എൻ്റെ അമ്മ വരിക. എൻ്റെ അമ്മയ്ക്ക് എത്ര തൊഴുതാലും മതിയാവില്ല. തൊഴുതു ഇങ്ങനെ നിൽക്കും അമ്മ. അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ അവിടെ ഇങ്ങനെ ഭജനയായിട്ട് കുറേ ചേച്ചിമാരൊക്കെ ഭജനയൊക്കെ ഇരുന്നിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഞങ്ങൾ കുറച്ച് നേരം ഒന്ന് ഇരുന്ന് കണ്ടു. പക്ഷേ എനിക്കാണെങ്കിൽ തീരെ വയ്യ, കാരണം വെയിലൊക്കെ കൊണ്ടിട്ട്. അങ്ങനെ വരുമ്പോൾ കുറേ കച്ചവടക്കാരും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ. ഞങ്ങളുടെ തൃശ്ശൂർ പൂരങ്ങളൊക്കെ തുടങ്ങണേട്ടാ ഫസ്റ്റാണ് ഇട്ടത്. ഇവിടെ ഞങ്ങളുടെ കരിപ്പട്ടി ശർക്കര അങ്ങനെ പല സാധനങ്ങൾ അവിടെ ഉണ്ടാവും. കാരണം നമ്മൾ ഇന്ന് വരെ നമ്മൾ ഇപ്പം അടുത്ത് പൂരങ്ങളൊക്കെ ഒന്ന് ഒഴിവായിട്ട് തൃശ്ശൂർ പൂരം കഴിഞ്ഞ് പിന്നെ പൂരങ്ങളില്ല. പിന്നെ പൂരങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യണത് ഈ ആയില്യം തൊട്ടിട്ടാണ് കേട്ടോ. ഇവിടെ നിന്ന് അങ്ങോട്ട് ഞങ്ങളുടെ തൃശ്ശൂർക്കാരുടെ വൈബ് ഇങ്ങോട്ട് തുടങ്ങിയാണ് ഗൈസ്. അപ്പോൾ അവിടെ കുറേ കച്ചവടക്കാരും പിന്നെ കുറേ കമ്മൽ ഐറ്റംസ്, പിന്നെ ചട്ടി, കലം, കുട്ടിക്കലം, അങ്ങനെ എന്തൊക്കെ വേണം അതൊക്കെ അവിടെ ഉണ്ട് ഗൈസ്. എന്തൊക്കെയെന്ന് പറഞ്ഞാൽ എല്ലാവിധ ഐറ്റംസും അവിടെ ഉണ്ട്. പലതരം ചട്ടികൾ, പലതരം കമ്മലുകൾ, പിന്നെന്താ കുട്ടികളുടെ കളിപ്പാട്ടങ്ങൾ, കുറേ കരിമ്പ്, പിന്നെന്താ പാനിപൂരി ഐറ്റംസ്, പിന്നെ ഒരു അങ്ങനെ എന്തൊക്കെ വേണം എല്ലാ സാധനങ്ങളും അവിടെ ഉണ്ട്. നമുക്ക് എന്ത് സാധനം വാങ്ങിക്കണം എന്നുണ്ടെങ്കിലും എല്ലാ ഐറ്റംസും നമ്മുടെ അമ്മ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൂട്ടാം. അപ്പോൾ ഞാൻ അങ്ങനെ അത്ര അധികമുള്ള സാധനങ്ങളൊന്നും വാങ്ങിച്ചില്ല. കാരണം എനിക്കത് വാങ്ങിക്കാൻ അത്ര ഇതുണ്ടായിരുന്നില്ല. അങ്ങനത്തെ സാധനങ്ങളൊന്നും വാങ്ങിക്കേണ്ടെന്ന് വെച്ചിട്ട് ഞാൻ അതൊന്നും വാങ്ങിച്ചില്ല കേട്ടോ. അമ്മ പക്ഷേ എല്ലാ ഐറ്റംസും വാങ്ങിച്ചിട്ടുണ്ട്.
അങ്ങനെ അമ്മയ്ക്ക് പറ്റിയ കുറച്ച് ഐറ്റംസ്. അമ്മ എല്ലാ സാധനങ്ങളൊന്നും ഇങ്ങനെ വാരി വലിച്ച് വാങ്ങിക്കില്ല. അമ്മ അങ്ങനെ പ്രത്യേകം പെട്ടെന്ന് അമ്മയ്ക്ക് അത്ര ഇഷ്ടപ്പെട്ട എന്തെങ്കിലും മറ്റേ കരിപ്പെട്ടി ശർക്കര അങ്ങനെ അച്ഛന് ശ്വാസം മുട്ടുണ്ട് ചെറുതായിട്ട്. അപ്പോൾ അച്ഛൻ അത് ശ്വാസം മുട്ടില്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് എന്തോ വെറ്റിലയിൽ എന്തോ സംഭവം ചെയ്യാൻ വേണ്ടിയിട്ട് കറുപ്പട്ട ശർക്കരയൊക്കെ വാങ്ങിച്ചു കിട്ടാം. അപ്പോൾ അതൊക്കെ വാങ്ങിച്ചിട്ട് ഞങ്ങളിങ്ങനെ പോരുക. ഞങ്ങളെ സൈഡിൽ കൂടെ ഇങ്ങനെ നടക്കുമ്പോൾ ഇങ്ങനെ പലതും കണ്ടിട്ട്. അപ്പോൾ അവിടെ ഒരു ഇത് മറ്റേ കുലുക്കി സർബത്തിൻ്റെ കട എത്തിയപ്പോൾ അമലിട്ടൻ പറഞ്ഞു അമ്മമ്മയ്ക്ക് കുലുക്കി സർബത്ത് വേണം എന്ന്. ഞാൻ അമലിനോട് പറഞ്ഞു അമലു ഈ അരികത്തൊന്നും അതൊന്നും കഴിക്കേണ്ട അമലിയോ എന്ന് പറഞ്ഞാലും പറയേ എനിക്ക് കുലുക്കി സർബത്ത് വേണം അമ്മേ എന്നും പറഞ്ഞിട്ട് കുലുക്കി സർബത്തിൻ്റെ അവിടെ ചെന്ന് കേട്ടാ. അപ്പോൾ അമ്മാമ്മ അതിന് കൂട്ടാ. അപ്പോൾ കുലുക്കി സർബത്തിന് വാങ്ങിച്ചു കൊടുക്കാൻ അമ്മ പൊന്നു വാടാ അമ്മാമ്മ വാങ്ങിച്ചു തരാമെന്നൊക്കെ പറഞ്ഞിട്ട് കുലുക്കി സർബത്തിൻ്റെ അവിടെ നിൽക്കട്ടെ. എന്നിട്ട് അമ്മാമ്മ പൊന്നൂസിന് എന്നും പറഞ്ഞിട്ട് കുലുക്കി സർബത്തൊക്കെ വാങ്ങിച്ചു കൊടുക്കുക. അപ്പം അമ്മ എന്താ ഉപ്പ് സോഡ. അപ്പം ഞാൻ പറഞ്ഞു എന്തായാലും അവന് കുലുക്കി സർബത്ത് പറഞ്ഞതല്ലേ, അങ്ങനെയാണെങ്കിൽ എനിക്ക് വേണം ഉപ്പ് സോഡ എനിക്ക് വാങ്ങിച്ചായോ എന്ന് പറഞ്ഞിട്ടോ. അങ്ങനെ ഉപ്പ് സോഡ എനിക്കും വാങ്ങിച്ചു തരാൻ വേണ്ടിയിട്ട് അങ്ങനെ നിൽക്കുക. ഞാൻ കുറച്ച് കുടിച്ചിട്ട് അമ്മയ്ക്ക് കൊടുത്തിട്ടോ. ഉപ്പൊക്കെ നല്ല തണുപ്പ് അങ്ങനെ അടിച്ചപ്പോഴേ എന്തോ ഒരു ഇതുപോലെ. അപ്പം ഞാൻ വിചാരിച്ചു അമ്മോട് പറഞ്ഞു അമ്മ കുടിച്ചമ്മേ എനിക്ക് തണുക്കണു, തൊണ്ടവേദനയും ഒരു ചെറുതായിട്ടൊരു ഇതൊക്കെ ഉണ്ട്, തൊണ്ടയ്ക്ക് ഒരു കിച്ച്. അപ്പോൾ പിന്നെ അങ്ങനെ അത് കഴിഞ്ഞിട്ട് അമ്മയ്ക്ക് ഞാൻ കൊടുത്തിട്ട് അമ്മ അത് കുടിച്ചു. അതുപോലെ അമൽമോൻ്റെ കുലുക്കി സർബത്ത് കിട്ടിയപ്പോൾ അമൽമോൻ അത് കുടിച്ചു. ഞാൻ കുലുക്കി സർബത്തും ചെറുതായിട്ടൊന്ന് ടേസ്റ്റ് നോക്കിയിട്ട് ബൂസ്റ്റ് കുലുക്കി എന്നിട്ടാണ് പറയാത്, കുലുക്കി സർബത്തെല്ലാം ബൂസ്റ്റ് കുലുക്കി. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെയും നടന്നുകൊണ്ടിരിക്കേണ്ട കൈസ്. നടന്ന് റോഡെത്തണേ. അതിൻ്റെ ഉള്ളിൽ തന്നെ സൈഡിൽ പലവിധ സാധനങ്ങൾ എന്ത് വേണം എന്നുള്ള രീതിക്ക് ഉണ്ട് കേട്ടോ. നമ്മുടെ സാമ്പ്രാണിയൊക്കെ കത്തിക്കണ അതില്ലേ, അതൊക്കെ ഞങ്ങളടുത്ത് പൊട്ടിയിട്ടുണ്ടായിരുന്നു. ഞാൻ എന്നാലും അതൊന്നും വാങ്ങിച്ചില്ല. പിന്നെ എപ്പോഴെങ്കിലുമൊക്കെ വാങ്ങിക്കാം. ഇനി പൂരങ്ങളൊക്കെ ആയിക്കഴിഞ്ഞാൽ ഇതൊക്കെ തന്നെ ഉണ്ടാവുക. പക്ഷെ ഞങ്ങൾ നടന്ന് ഇങ്ങനെ വരുന്ന വഴിക്ക് ഒരു മറ്റേ പാവ ഏതെടുത്താലും 100 രൂപ എന്ന് പറഞ്ഞിട്ട് പാവ തലയണ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അത് പറഞ്ഞാൽ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഗൈസ്. അല്ലാതെ ഞാൻ പ്രത്യേകിച്ചൊന്നും വാങ്ങിച്ചില്ല. പക്ഷെ ഇതുപോലെ ഇങ്ങനെ നടന്നിങ്ങനെ വരുമ്പോൾ ഇങ്ങനെ നടന്ന് വരുന്ന വഴിക്ക് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നല്ല രസമാട്ടാ. ഇതെന്തോന്നും എനിക്ക് മനസ്സിലായില്ല കേട്ടോ ഗൈസ്. അതെന്താന്ന് എല്ലാവർക്കും മനസ്സിലായി കമൻറ്റ് ചെയ്തിട്ടാ. യെല്ലോ കളറിൽ അങ്ങനെ ആ 100 രൂപയുടെ പാവയുടെ സ്ഥലത്ത് അതാണ് കേട്ടോ. ഇതെടുത്താലും 100 രൂപയായിരുന്നു ഗൈസ്. ഈ നമ്മുടെ എന്തെടുത്താലും അതിലത്തെ ആമയായാലും ശരി, ആനക്കുട്ടിയായാലും ശരി, പിന്നെന്താ തലയിണകളായാലും ശരി, എന്തെടുത്താലും 100 രൂപ. അപ്പം ഞാൻ വിചാരിച്ചു ഇത് ലാഭാ, ആ 100 രൂപയ്ക്ക് അത് വാങ്ങിക്കാന്ന് വെച്ചിട്ട് ഞാനൊരു തലയണ എടുത്തുട്ടെ ഗൈസ്. ആദ്യമോനൊരു തലയണ 100 രൂപ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അതൊക്കെ എടുത്ത് അപ്പോൾ ആ സമയത്ത് എല്ലാതും മൂടുകയായിരുന്നു. കാരണം ചെറുതായിട്ട് മഴ ഇങ്ങനെ ചെറിയ മണികളായിട്ട് മഴ പെയ്യാൻ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അതിങ്ങനെ മൂടുകയായിരുന്നു അവർ. അങ്ങനെ ഈ നീലത്തലോണ ഉണ്ടാ ഞാൻ വാങ്ങിച്ചത്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ നീലത്തലോണ. എനിക്ക് ആകെ ഒരു കോലം കെട്ട അവസ്ഥയായിട്ടാണ്. കാരണം കാലത്തിറങ്ങിയിട്ട് നട്ടപ്പാറ വെയിലും എല്ലാം കൊണ്ടിട്ട് അങ്ങനെ ഞങ്ങൾ പിന്നെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. കാരണം അങ്ങോട്ട് വണ്ടി വരില്ല ഗൈസ്. അങ്ങനെ ഞങ്ങൾ പറപ്പൂര് ചന്തയിലൊക്കെ എത്തി. ചന്തയിൽ ഓട്ടോറിക്ഷ ഉണ്ടാവുമെന്ന് വെച്ചിട്ടാണ് ഞങ്ങൾ വരുന്നത്. ബസ്സിൽ തിരിച്ച് വരാനുള്ള ആരോഗ്യമില്ല ഗൈസ്. കാരണം ബസ്സിൽ അത്ര തിരക്കായിരുന്നു തിരിച്ച് വരുമ്പോൾ. അപ്പോൾ പിന്നെ ഞങ്ങൾ ചന്തയിൽ വന്ന് ഓട്ടോയിലൊക്കെ കയറി ഇങ്ങനെ പോരാനുള്ള പരിപാടിയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഓട്ടോയിൽ ഇങ്ങനെ വന്ന് പോരുക. കാരണം ഞാൻ വരുന്നത് കടാന്തോടൊക്കെയാണ് കേട്ടോ വരുന്നത്. അതായത് എൻ്റെ വീട് പറപ്പൂർക്കാണ് ഞാൻ വരുന്നത്. അപ്പോൾ ഇതേ കണ്ട ആൾക്കാരൊക്കെ അവിടെ ഇങ്ങനെ ക്യൂ ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട് ഞങ്ങൾ വരുമ്പോഴൊക്കെ ബസ്സിന്. അപ്പോൾ ബസ്സിന് കാത്തുനിന്ന പണി കിട്ടുമെന്നറിയാം. എൻ്റെ വീട്ടിലേക്ക് ഇപ്പോൾ ഇവിടുന്ന് 50 രൂപയുടെ വഴിയുള്ളൂ കേട്ടോ ഓട്ടോറിക്ഷയ്ക്ക്. അപ്പം ഞങ്ങളങ്ങനെ വീട്ടിലേക്കൊക്കെ എത്തി ഗൈസ്. ഞങ്ങളുടെ ജാതിക്കത്തോട്ടം അവിടേക്കൊക്കെ എത്തി. അങ്ങനെ വീട്ടിലേക്ക് കയറാനുള്ള പരിപാടി. വീട്ടിൽ കയറിയപ്പോൾ AC-യുടെ ഉള്ളിലേക്ക് കയറിയ അവസ്ഥയായിരുന്നു ഗൈസ്. ഞങ്ങളുടെ ചന്ദ്രേട്ടൻ്റെ വീട്ടിലും എൻ്റെ കൂടെയൊക്കെ വന്ന് ഞങ്ങളിതേ വീട്ടിലേക്ക് എത്തിയിട്ടാ. വീട്ടിലേക്ക് എത്തി വീട്ടിൻ്റെ ഉള്ളിലേക്ക് അങ്ങോട്ട് കയറിയോട് കൂടി ഗൈസ് എനിക്ക് സ്വർഗം കിട്ടി. വീട്ടിലേക്ക് കയറുന്നതിൻ്റെ ഉള്ളിൽ സഞ്ജുട്ട് അവിടെ ഉണ്ടായിരുന്നു കേട്ടോ, ആരാധ്യ ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ട്. പക്ഷെ ആരാധ്യ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അവൻ ആകെ വിഷമമായിട്ടാണ് ഗൈസ്. അങ്ങനെ ഞങ്ങൾ ഉള്ളിലൊക്കെ കയറി റെസ്റ്റ് എടുക്കാനുള്ള പരിപാടിയായിരുന്നു. അപ്പോഴേക്കും ഞങ്ങളുടെ പിള്ളേഴ്സ് അപ്പുറത്തെ സഞ്ജുട്ടൻ്റെ മക്കൾ ഇങ്ങോട്ട് ഓടി അങ്ങോട്ട് വന്നുട്ടോ ഗൈസ്. അവരങ്ങോട്ട് ഓടി വന്ന് ഞങ്ങളോട് കളിക്കുകയായിരുന്നു. ആ സാരാധ്യൻ എന്താ കൊണ്ടുവരാണെന്ന് ആദീനെന്തോ കൊണ്ടുവരാന്ന് എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ പിന്നെ അവർ എന്നെ തല്ലൊക്കെയാണ്. ചേച്ചിക്ക് ഇനി എൻ്റെ തല്ല് കിട്ടും എന്നൊക്കെ പറയായിരുന്നു. അവരെ കൊണ്ടുവരാത്തതിന് തല്ല് കിട്ടും എന്നൊക്കെ. അങ്ങനെ പിള്ളേഴ്സിനോടൊക്കെ ഞാൻ സമാധാനിപ്പിക്കുകയായിരുന്നു. ഞാൻ വന്നുകൊണ്ട് ഡ്രസ്സ് അങ്ങോട്ട് മാറിയിട്ട് മുടി അങ്ങോട്ട് മുകളിലേക്ക് അങ്ങോട്ട് വലിച്ചങ്ങോട്ട് കെട്ടി ഗൈസ്. എന്നിട്ട് ഗൃഹശൃംഗം പോലെ നടക്കുകയായിരുന്നു കേട്ടോ. അങ്ങനെ പ്രേക്ഷേട്ടൻ എന്നെ ഇവിടെ വന്നിട്ട് കൊടുന്ന് പെരുവല്ലൂർക്ക് കൊണ്ടുപോകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പെരുവല്ലൂർ അതേ കോലത്തിൽ തന്നെ ഞാൻ പെരുവല്ലൂർ എത്തി ഗൈസ്.